അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ടവനാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനും ഒരു കാരയ്ക്ക് കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നൊരു കാരയ്ക്ക ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ, അള്ളാഹുവേ, വെച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ ഒരു കാരയ്ക്കയാണ്. ആ മനുഷ്യന്റെ കയ്യിലേക്ക് ആ കാരയ്ക്ക വെച്ചു കൊടുക്കുമ്പോൾ അതാ മനുഷ്യൻ ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അള്ളാഹുവേ, ഒരു കാരയ്ക്ക കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ആ കാരക്ക കയ്യിൽ പിടിച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ, ഇത് മുത്തുനബിയുടെ കൈ കൊണ്ട് തന്നതാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ കൊണ്ട് ചെറുതാണെങ്കിലും ഇത് മുത്തുനബിയുടെ കൈ കൊണ്ട് എനിക്ക് തന്നതാണല്ലോ. അൽഹംദുലില്ലാഹ്. ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പടച്ചവന് ശുക്ർ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് പ്രകാശിക്കുകയാണ്. ആദ്യത്തെ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ അത് വളരെ നിസ്സാരമായിട്ട് ആ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. പക്ഷേ രണ്ടാമതും പാവപ്പെട്ടവൻ, രണ്ടുപേരും ഒരേപോലെ ജീവിക്കുന്നവരാ. രണ്ടാമത്തെ പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് കാരയ്ക്ക വെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇത് മുത്തുനബി തന്നതാണല്ലോ. അവിടെ ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, എഴുന്നേറ്റ് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നുപോ, നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോയിട്ട് എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ടുവന്ന് ഈ പാവപ്പെട്ടവന് കൊടുക്ക് സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് അവിടെ നിന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വാരിക്കൊണ്ടുവാ. അല്ലാഹുവേ, സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. അവർക്ക് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. മുത്തുനബി പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാന്റെ റസൂല് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിച്ചില്ല. എല്ലാവരും അവിടെ നിന്ന് തന്റെ വീടുകളിലേക്ക് ഇറങ്ങി ഓടുകയാണ്. തങ്ങളുടെ വീടുകളിലേക്ക് കടന്നു ചെന്നു അവിടെ നിന്ന് കിട്ടുന്നതും വാരിയെടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് വന്ന മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പടച്ചവനെ ഒരുപാട് വാരിക്കൊടുത്തു. അല്ലാഹുവേ, ആ മനുഷ്യന് വല്ലാത്ത സന്തോഷമായി. ആ മനുഷ്യൻ അവിടെ നിന്നും മടങ്ങി പോകുമ്പോ മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? എന്തിനാ ഞാൻ വെറുതെയല്ല ഈ ചരിത്രം പറഞ്ഞത്. ഇത് വെറുതെ പറഞ്ഞതല്ല, ഒരു കാരക്കയുടെ കഥ പറഞ്ഞതല്ല. ഇതിനകത്ത് പഠിക്കാൻ ബുദ്ധിയും ചിന്തയും കഴിവുമുള്ള ഒരു മനുഷ്യന് പഠിക്കാൻ ഇതിനേക്കാളും വലിയ ഉപദേശം എന്താ? എന്തിനാ 2 മണിക്കൂർ വഅദ് പറയുന്നത്? എന്തിനാ ഈ ഒരൊറ്റ ചരിത്രം? ഈ കാരക്ക കൊടുത്ത ഒരൊറ്റ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഈ പറഞ്ഞ ഒരു ചരിത്രം മതി നമുക്ക് പഠിക്കാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, എന്തേ നമുക്ക് ഈ ചരിത്രത്തിലൂടെ പഠിക്കാൻ കഴിയുന്നത്? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹ് പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരെങ്കിലും അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി കാണിച്ചാൽ അല്ലാഹു അവന് വാരിക്കോരി കൊടുക്കും. അല്ലാഹു അവന് വിശാലത നൽകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊടുത്തത് ഒരു കാരക്കയാണെങ്കിലും അത് നിസ്സാരമാണെങ്കിലും ആ മനുഷ്യൻ എന്തേ പറഞ്ഞത്? അൽഹംദുലില്ലാ. കാരണം അന്ന് മക്കയും മദീനയും ഏറ്റവും കൂടുതൽ കാരക്കയുള്ള സ്ഥലമാ. എങ്കിലും കൊടുത്തത് അതിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി. അത് മുത്തുനബിയുടെ കൈകൊണ്ട് തന്നതാണല്ലോ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ആ മനുഷ്യൻ സന്തോഷവാനായപ്പോ അള്ളാഹു അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ 4 ഭാഗത്ത് നിന്നും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ചു. ഒന്നാമത്തെ മനുഷ്യനോ
ഒന്നാമത്തെ മനുഷ്യനോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദികേട് കാണിച്ചാൽ അവന്റെ ദുനിയാവും പോകും. അള്ളാഹു പറയുന്നു, ഇന്ന അദാബി ലശദീദ്, അവൻ അള്ളാഹു നാളെ കഠിനമായ ശിക്ഷ കൊടുക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ചിന്തിക്ക്, നമ്മൾ ഇതിലെ ഏത് കൂട്ടത്തിൽ നമ്മൾ പെടും? ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാ ഞാനും നിങ്ങളും പെടുക? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിന്റെ വിഷയമാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അർബഉ മിൻ ഉതിയഹുന്ന ഖൈറദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞു തരുന്ന 4 കാര്യങ്ങളുണ്ടല്ലോ, അത് ലഭിച്ചവന് ഭാഗ്യവാനാണ്. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവൻ രക്ഷപ്പെട്ടവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ 4 കാര്യങ്ങൾ ലഭിച്ചവന്, എന്റെ പ്രിയമുള്ളവരെ, 2 നില വീടുള്ളവനല്ല, സഞ്ചരിക്കാൻ അതാ വലിയ വലിയ കോടികളുടെ കാറുള്ളവനല്ല, കഴിക്കാൻ ഭക്ഷണമുള്ളവനല്ല, മുന്നിലും പുറകിലും നടക്കാൻ ആളുള്ളവനല്ല. ഏറ്റവും വലിയ ഭാഗ്യവാനാരാണ്? ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവനാരാണ്? മുത്തുനബിയാണ് പറയുന്നത്. ഈ പറയുന്ന 4 കാര്യങ്ങൾ ലഭിച്ചവനുണ്ടല്ലോ, അവന് ദുനിയാവിലും പ്രയാസമില്ല, ആഖിറത്തിലും പ്രയാസമില്ല, അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ് ആർക്കുണ്ടോ അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു മനസ്സ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒരു കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ഒരു മനസാക്ഷിയെങ്കിലും, ഒരു മനക്കുത്തെങ്കിലും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിങ്ങനെ വാങ്ങാനുള്ളതല്ലല്ലോ, തിരിച്ച് കുറച്ചെങ്കിലും കൊടുക്കണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നില്ല. പ്രവാചകന് പടച്ചവനെ, അതാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് സുഖമില്ലാത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോ, കാലതാ നീര് കെട്ടിയ രീതിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ഇത്രയും പ്രയാസത്തിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് ഇതുപോലെ നമസ്കരിക്കുന്നത്? അല്ലാഹു അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്, അങ്ങയുടെ വന്നതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ലോകത്തിന്റെ നേതാവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ആയിഷ, അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പോലും ഇങ്ങനെ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ ഞാനും നിങ്ങളും എങ്ങനെയാണ് പടച്ചവന് ശുക്ർ ചെയ്യുന്നത്? നമ്മുടെ നാവ് കൊണ്ട് ഒരു അൽഹംദുലില്ലായാണല്ലോ ഏറ്റവും കുറഞ്ഞ ഒരു നന്ദിയാണ് അൽഹംദുലില്ലാ. നമ്മളിൽ എത്ര പേരാ സഹോദര അങ്ങനെ പറയാറുള്ളത്? ശുക്ർ ചെയ്യാനുള്ള മനസ്സ് നമ്മളിൽ എത്ര പേർക്കാണ്? ഏറ്റവും കുറഞ്ഞ ഒരു ശുക്റാണ് അൽഹംദുലില്ലാ. അല്ലാഹു നമുക്കത് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ പറയാറുണ്ടോ? ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അവിടെ കിടക്കട്ടെ. ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും എഴുതാം, അല്ലെങ്കിൽ വീട് പണി നടക്കുമ്പോൾ അവിടെ എഴുതാം. ഇവിടെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ അല്ലേ വണ്ടിക്കകത്തൊക്കെ മാഷാ അല്ലാഹ് അല്ലേ, മാഷാ അല്ലാഹ്. കാക്ക കാഷ്ടിക്കുന്ന ഇവിടെ ആ മാഷാ അല്ലാഹുടെ മുകളിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിനക്ക് അർത്ഥമുണ്ടല്ലോ, അല്ലാഹുടെ പേരല്ലേ.
ആ മാഷാ അല്ലാഹ് വണ്ടിയുടെ ഫ്രണ്ടിൽ എഴുതി വെക്കും, പൊടിയടിച്ച് കിടക്കും, കാക്ക വന്ന് കാഷ്ടിക്കും. വല്ല ബോധമുണ്ടോ? പിന്നെന്താ മാഷാ അല്ലാഹ്. പിന്നെ കാണണമെങ്കിൽ വലിയ മനോഹരമായ വീടുണ്ടാക്കിയിട്ട് അതിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാഹ്. അതവിടെ അല്ല എഴുതി വെക്കേണ്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോൾ മുത്തുനബി പറയും സുബ്ഹാനല്ലാഹ്. എന്താ പറയാ? എന്തിനാ അത് പറയണേ? അത്ഭുതകരമായ കാര്യങ്ങൾ അങ്ങനെ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹാബത്ത് എന്തോ മനസ്സിലായി, എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്ന് ചോദിക്കുക, എന്താ നബിയെ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇന്ന് ഈ 2-3 കോടി രൂപ മുടക്കിയിട്ട് വലിയ കൊട്ടാരം പണിതിട്ട് അതിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുക മാഷാ അല്ലാഹ്. അപ്പൊ അവിടെ എഴുതേണ്ടത് മാഷാ അല്ലാഹ് ആണോ? അല്ല, പിന്നെന്ത് എഴുതണം? സുബ്ഹാനല്ലാഹ്. കാരണം ഇവൻ ദുനിയാവ് വാരിക്കൂട്ടാനുള്ള ഓട്ടമാണ്. ദുനിയാവ് എന്താ കൊട്ടാരങ്ങൾ പണിയുകയാ. എന്നാലിച്ച് നോക്കിയേ, അത് തൂക്കാനും പിടിക്കാൻ പോലും ഇവൻ എല്ലാ റൂമിലൊന്ന് കയറി ഇറങ്ങും. എന്തിനാ? ആവശ്യത്തിനുള്ളത് വേണം. അള്ളാഹു നമ്മുടെ 6 മണ്ണ് മനോഹരമാക്കി തരുമാറാകട്ടെ. പറമൻഷ അവിടല്ലേ മണ്ണറ മണിയറയാക്കേണ്ടത്. അതിനകത്ത് വരുന്ന മലക്കുകൾ പോലും പറയുമെന്ന് അലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള കിടക്കണ പോലെ കിടന്നുറങ്ങടാന്ന്. കബറിന്റെ അകത്ത് വരുന്ന മലക്കുകൾ പോലും പറയും ലം കനൗമത്തിൽ ആറൂസ്. എന്താ അർത്ഥം? പുതിയാപ്പള കിടക്കണ പോലെ കിടക്കാൻ. അപ്പൊ സാധാരണ കടത്തമല്ല പുതിയാപ്പളയുടെ കടത്തം അല്ലേ? കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ കടന്ന് ബഹളം വെച്ചാൽ പറയും അത് പുതിയാപ്പളയുടെ റൂം, അവർ കിടന്നുറങ്ങണം, ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ പാടില്ല. അതല്ലേ കല്യാണം കഴിഞ്ഞ്? ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇന്ന് കല്യാണപ്പയ്യനെ പൊക്കിക്കൊണ്ട് പോകുന്ന കാലമാണ് കല്യാണത്തിന്റെ. ഓന്റെ അടുക്കളയ്ക്ക് ഓന്റെ കട്ടിലിനടിയിൽ പടക്കം വെച്ച് പൊട്ടിക്കും, അമിട്ട് വെച്ച് പൊട്ടിക്കില്ലേ? ഇടത്തത്തെ മുളക് പൊടിയൊക്കെ ഇട്ട്, എന്താ ഒരുത്തന് പാവപ്പെട്ടവന് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പടച്ചവനെ, മുളക് പൊടിയല്ല ഈ കാന്താരി മുളക്, അവസാനം രാത്രി പൊക്കിക്കൊണ്ടുപോയി അവസാനം ഹോസ്പിറ്റലിൽ. ആലോചിക്കുക, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ. എങ്കിൽ ഈ പുതിയാപ്പളയുടെ റൂമിന്റെ മുന്നിൽ കിടന്ന് ബഹളം വെക്കുമ്പോ പറയും അത് പുതിയാപ്പള, അതിനകത്ത് കിടക്ക, ശല്യം ചെയ്യില്ല, പടാ മക്കളെ ഓടിച്ചു വിടും എന്നെ. കാരണം അത് പുതിയാപ്പള. അതാണ് മലക്കുകൾ ലം കനൗമത്തിൽ ആറൂസ്, പുതിയാപ്പള കിടക്കണ പോലെ കിടന്നു, നിന്നെ ആരും ശല്യം ചെയ്യൂല. അള്ളാഹു നമ്മുടെ ഖബർ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതിനിങ്ങനെ നടന്നാ മതിയോ? ഇങ്ങനെ നടന്ന മണിയറയല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാ, അത് പറയണം. മഹാനായ പ്രവാചകൻ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനെ കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ കണ്ടപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കാം, ഷാജിക്ക എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അൻസാരിക്ക എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ സലീം ഉസ്താദ് എങ്ങനെയുണ്ട്? ഓരോ മനുഷ്യനോടും എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയണേ? കുഴപ്പമില്ല, സുഖം. കച്ചവടമൊക്കെ കൊണ്ടുപോകണേ? ഒത്തിരി ബുദ്ധിമുട്ടാ ഉസ്താദെ. വീട് പണിയൊക്കെ, ഭാര്യ മക്കൾ സുഖമായിട്ടിരിക്കുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഒരാളോട് അവിടെ നിന്ന് ചോദിച്ചു, ഒരു ഫുലാനോട്, ഒരു മനുഷ്യനോട്, ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ എന്തുണ്ട് വിശേഷം? നബിയെ സുഖാ നബിയെ, ഇത്രേ പറഞ്ഞുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വല്ലാതെ വാടി. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു അത്രേ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ സുഖമാണെന്നല്ല പറയേണ്ട, അൽഹംദുലില്ലാ റാഹത്ത്, അതല്ലേ അർത്ഥം. ആ ഒരു അൽഹംദുലില്ലയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, അവിടുന്ന് നമ്മൾ അൽഹംദുലില്ലയാണ് പറയേണ്ടത്. അത് ചെറിയ ഒരു വാചകമാണെങ്കിലും അത് വലിയ പ്രതിഫലം നേടിത്തരുന്നതാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടല്ലോ. അല്ലാഹുവേ അൽഹംദുലില്ല പറഞ്ഞവർക്ക് അല്ലാഹു കൊടുത്ത എത്രയെത്രയോ ചരിത്രങ്ങൾ നമ്മൾ പ്രഭാഷണങ്ങളിൽ കേട്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയണം. അല്ലാഹ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയല്ലോ. പടച്ചറപ്പ് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, ഭാര്യമക്കളെ നൽകി. പടച്ചവനെ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയത്. എന്നിട്ടാ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ചൊരു നന്ദി രേഖപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിലോ എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മളിൽ കാലം പരാജയപ്പെട്ടു പോകുന്നതാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണേ.
ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണേ. അതുണ്ടായി കഴിഞ്ഞാ ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു മനസ്സ് നിനക്കില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ, നിനക്ക് ഒരുപാട് അല്ലാഹു നിനക്ക് തന്ന ഒരു അനുഗ്രഹമാണ് സമ്പത്ത്. ആ സമ്പത്ത് നിനക്ക് ഒരുപാട് കൂടിക്കഴിയുമ്പോ നിനക്ക് അഹങ്കാരം കൂടുകയാ, നീ പലതും മറന്നു പോവുകയാ, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്താൻ സമയമില്ലാതെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഖാറൂൻ എന്ന് പറയുന്ന ഒരു സമ്പന്നന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അവന്റെയൊക്കെ സമ്പത്തിന്റെ 4/1 പോലും 99 പോലും സാക്ഷാൽ അംബാനി പോലും കടന്നു വരൂല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം പോലും കടന്നു വരൂല. അത്രയും വലിയ കോടീശ്വരനായിരുന്ന ഖാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനാ ഖാറൂൻ. ആ ഖാറൂനിനെ ഒരുപാട് മൂസാ നബി ഉപദേശിച്ചതാ. ഒരുപാട് ഖാറൂനിനെ മൂസാ നബി ഉപദേശിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു, മൂസാ, ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ മൂസാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് ഖാറൂൻ പറഞ്ഞപ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, കോടിപതിയായിരുന്ന ഖാറൂൻ അവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാ ഖാറൂനിന്റെ ചരിത്രമല്ല ഖുർആനിൽ പറഞ്ഞത്? ഇന്നത്തെ ഖാറൂനിന്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയാ. ഇന്നത്തെ ഖാറൂനിന്റെ മക്കളെ പോലെ ജീവിക്കുന്നവർക്ക് പഠിക്കാനാണ് പടച്ച റബ്ബ് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും ചരിത്രങ്ങളും കാണിച്ചു തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണം കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്, സമ്പത്ത് കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്. പലരും അള്ളാനോട് സമ്പത്ത് താ അല്ലാ, സമ്പത്ത് താ അല്ലാ, പലരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറയാ. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, സമ്പത്തിനോടുള്ള ആർത്തി വേണോ? റസൂലുള്ള പറഞ്ഞത് വേണ്ടെന്നാണ്, മുത്തുനബി പറഞ്ഞത് പണം വേണ്ടെന്നാണ്, അതിനെ നിങ്ങൾ സ്നേഹിക്കരുതെന്നാണ് മുത്തുനബി പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനതാ സുബഹി കഴിഞ്ഞു നോക്കുമ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് ഓടുകയാണ്. എല്ലാരും അള്ളാഹിനോട് പറയുന്നത്, പടച്ചവനെ സമ്പത്ത് താന്ന. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ചരിത്രം കേട്ടിട്ട് വേണമെന്ന് തീരുമാനിക്കൂ, വേണോ വേണ്ടയോ എന്ന്. നമസ്കാരം കഴിയുമ്പോ ഒരു സഹാബി ഇറങ്ങി ഓടുക, പെട്ടെന്ന് പോവാ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കുറേ ദിവസമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇറങ്ങി പോന്ന കണ്ടപ്പോ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഇത്ര ധൃതി? നിനക്ക് അള്ളാഹിനോട് ചോദിക്കാനൊന്നുമില്ല, നീ ഓടുന്നല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉത്തരവില്ലേ? ഉണ്ട്. കൂട്ടപ്രാർത്ഥനയ്ക്കേ വിഷയമുള്ളൂ, അല്ലേ? തർക്കമുണ്ടെങ്കിലും കൂട്ടപ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിനക്കൊന്നും ചോദിക്കാനില്ല? ഇല്ല നബിയെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നബിയെ. പക്ഷെ എന്റെ അവസ്ഥ എന്താണെന്നറിയോ? മുത്തുനബിക്ക് അറിയുമല്ല എന്റെ അവസ്ഥ എന്താ. ഞാൻ പാവപ്പെട്ടവനാ നബിയെ, ഞാൻ പാവപ്പെട്ടവനാണ്. ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്നത് എന്തിനാണ് നബിയേ? എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കാൻ ആകെയുള്ളത് ഒരേ ഒരു ജോഡി വസ്ത്രം. എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. ഈ നമസ്കാരം കഴിഞ്ഞ് ഈട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. എന്റെ ഭാര്യ വീടിന്റെ മുന്നിൽ, പടച്ചവനെ, നിസ്കാരം കഥയാകുന്നതിന് മുമ്പ് എനിക്ക് ഓടിപ്പോകണം. ഈ വസ്ത്രം കൊണ്ട് കൊടുത്തിട്ട് വേണം, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. അല്ലാഹുവേ, അത് കൊടുക്കാൻ ഓടുന്നതാണ്. പടച്ചവനെ, ചിന്തിച്ചു നോക്ക്, ആ കുടുംബത്തിന്റെ പ്രയാസം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്ന ഹൃദയത്തോടെ തന്റെ സങ്കടങ്ങൾ മുഴുവനും മുത്തുനബിയോട് പറഞ്ഞിട്ട് ആ സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ എനിക്കൊന്ന് ദുആ ചെയ്യുവോ നബിയേ, സമ്പത്ത് കിട്ടാനൊന്ന് ദുആ ചെയ്യുവോ, അല്ലാഹു ബറക്കത്ത് ചെയ്യാനൊന്ന് ദുആ ചെയ്യുമോ? റസൂലുള്ളാഹി പറഞ്ഞു വേണ്ട. മുത്തുനബി അവിടെന്ന് പറഞ്ഞു വേണ്ട. കാരണം പണം കൂടി കഴിഞ്ഞാ സർവ്വതും നഷ്ടപ്പെട്ടു പോകും, ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. സഹാബി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ മാറിപ്പോകുവോ നബിയേ, ഞാൻ മാറിപ്പോകുവോ നബിയേ? അള്ളാന്റെ റസൂലിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ സഹാബിയാ, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചവരാ, അങ്ങയുടെ പുറകെ നിന്ന് നിസ്കരിക്കുന്നവനാണ്. എനിക്ക് പണം കിട്ടിയാ ഞാൻ അള്ളാനെ മറക്കുവോ? ഞാൻ അഹങ്കാരിയായി പോകുമോ? ഒരിക്കലും ഞാൻ അങ്ങനെയാകില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണുമ്പോഴൊക്കെ ഈ സ്വഹാബി ഇങ്ങനെ പറയുകയാണ്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു, നാഥാ നീ ബർക്കത്ത് നൽകണേ അല്ലാ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ തള്ളപ്പെടില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. അള്ളാഹുവേ, പിന്നെ ആ മനുഷ്യൻ അള്ളാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കൊടുക്കുകയാണ്. അവിടുന്ന് പടച്ചവന് മൃഗങ്ങളിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്തു. ഒരുപാട് ആടുകളായി, മാടുകളായി, ഒട്ടകങ്ങളായി, പടച്ചവരെ വലിയ സമ്പന്നനായി. പണം കൂടി കഴിഞ്ഞപ്പോ 5 നേരം പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിരുന്ന സ്വഹാബി, ഈ സഹാബിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു. പള്ളിയുടെ മാടപ്രാവെന്നായി സ്വഹാബിയെ വിളിച്ചിരുന്നത്. കാരണം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് വരുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബികൾ വിളിച്ചു പള്ളിയുടെ മാടപ്രാവ്, മാടപ്രാവ്. കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന സ്വഹാബി, പടച്ചവനെ ജോലി കൂടി, പണം കൂടി, 5 നേരം വന്നവൻ പിന്നെ 2 നേരമായി. പടച്ചവരെ 2 നേരം പള്ളിയിലായി. പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും വരാൻ കഴിയുന്നില്ല, ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, പിന്നെ പള്ളിയിൽ പോലും വരാത്ത അവസ്ഥയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യന് സദക്ക കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവേ അവിടുന്ന് കാണാം. അവസാനം അവിടുന്ന് കാഫിറായി ചത്തുപോയെന്ന് അല്ലാഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പണം അനുഗ്രഹമല്ല, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണ വസ്തുവാണ്. അതിനോട് ആർത്തി കൂടി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ, ഒരൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരൽഹംദുലില്ലാഹ് എങ്കിലും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അന്ന ശൈത്വാന ലാ യർലാ, അന്ന ശൈത്വാന ലാ യർലാ. ഇതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രഹസ്യമായിട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഉണ്ടല്ലോ, രഹസ്യമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മമുണ്ടല്ലോ, അത് ശൈത്താന് വല്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ? അമേരിക്കയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രമല്ല, മറ്റുള്ള ഏതെങ്കിലും മതസ്ഥരല്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, ഇന്ന ശൈത്താന ലകും അദുവ്വുൻ മുബീൻ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. അതുകൊണ്ട് ആ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അത് രഹസ്യമായിട്ട് ചെയ്യുന്ന അമലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രഹസ്യമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, രഹസ്യമായി ചെയ്യുന്ന സൽക്കർമ്മം ഇബ്ലീസിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പറയാൻ ഒരുപാട് പരസ്യമായിട്ടുള്ള നിസ്കാരം പരസ്യമാണ്, നോമ്പ് പിടിക്കൽ പരസ്യമാ, ഹജ്ജിന് പോയിട്ടുണ്ട് പരസ്യമായിട്ട് പറയും, പള്ളി കെട്ടിക്കൊടുക്കാൻ അത് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ പരസ്യമായിട്ട് പറയും. പക്ഷേ ജീവിതത്തിൽ നിനക്കും അല്ലാഹ്ക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കൊക്കെ അറിയണം? ആർക്കൊക്കെ അറിയണം? കൂടെ കിടക്കണ പെണ്ണുപിള്ളയ്ക്ക് അറിയരുത്, സ്വന്തം മക്കൾക്കറിയരുത്, ഒരാൾക്കും അറിയരുത്. എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു രഹസ്യം, അങ്ങനെ ഒരു സൽക്കർമ്മം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരസ്യമാക്കാൻ അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം 5 വഖത്ത് ഫർദ് നമസ്കാരം അത് രഹസ്യമായിട്ടാണോ നിസ്കരിക്കേണ്ടത്, പരസ്യമായിട്ടാണോ? പറ മനുഷ്യന്മാരെ, പരസ്യമായിട്ട്. എന്നാൽ ഈ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം എവിടെയാണ് നിസ്കരിക്കണ്ടേ? പറ, വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖതീബായ ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ വന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ജമാഅത്തായി നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇമാമത്തായിട്ട് ഇവിടെ നിന്ന് ഫർദ് നിസ്കരിച്ചു. എനിക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള സ്ഥലം ഏതാ? ആ കാണുന്ന റൂം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പരസ്യമായി നമസ്കരിക്കണം, ജമാഅത്തായുള്ള നമസ്കാരം, സുന്നത്ത് നമസ്കാരം അത് രഹസ്യമാണ്. അത് നിന്റെ റൂമിലിരുന്ന് നിന്റെ വീട്ടിൽ നിസ്കരിക്കേണ്ടതാണ്. അതിന് വലിയ പ്രതിഫലമാണ്, അതിന് വലിയ പ്രതിഫലമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നത് പള്ളിയിൽ വന്നല്ല, സുബഹിക്ക് മുമ്പേ വന്ന് നീ പള്ളിക്കകത്ത് വന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ നീ അത് വീട്ടിൽ നിന്റെ ഭാര്യ പോലും അറിയാതെ ഒറ്റയ്ക്ക് അവളെ വിളിക്കാതെ നീ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 3 മണിക്ക് ആരും അറിയാതെ നീ എഴുന്നേറ്റ് നിന്റെ ഭാര്യയോട് പോലും പറയാതെ, അവള് കിടന്നുറക്കമാണ്, അവളെ വിളിച്ചുണർത്തിയിട്ടില്ല, നീ അതാ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോയി തണുത്ത വെള്ളത്തിൽ ഉതുവെടുത്തിട്ട് അവളെ ശല്യം ചെയ്യാതെ ഒറ്റയ്ക്കൊരു മൂലയിൽ പോയിരുന്ന് നീ തഹജ്ജുദ് നിസ്കരിച്ചാ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. എന്നിട്ട് മലക്കുകളോട് പറയുന്നത് കണ്ടോ, സിറാജിനെ കണ്ടോ, അവൻ എന്റെ യഥാർത്ഥ അടിമയാണ്, സുന്ദരിയായ ഭാര്യ അവന്റെ കൂടെ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, AC റൂമില് സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴില് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് അവളെ വിളിച്ചുണർത്താതെ, അവളെ ശല്യം ചെയ്യാതെ, അവളെ മാറ്റിക്കിടത്തിയിട്ട് എഴുന്നേറ്റ് പോയി രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ, അങ്ങനെ നമസ്കരിക്കുന്നവനെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, എന്റെ അടിമയെ കണ്ടോ, അവൻ എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്നും മലക്കുകളോട് പടച്ചവന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ